ഫീൽ ഗുഡ് സിനിമകൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് എൻ്റെ കൺമുമ്പിൽ പെട്ട അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫീൽ ഗുഡ് സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു സിനിമയാണ് ഫോറസ്റ്റ് ഗംപ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൃശ്യഭംഗി കൊണ്ടും അതിൻ്റെ മ്യൂസിക് കൊണ്ടും ആ ഒരു ക്യാരക്ടറിനോടും എനിക്ക് ഉള്ളൊരു ഇഷ്ടം അത് ഞാനിവിടെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ സിനിമയുടെ ഒരു ചെറിയൊരു ട്രോൾ പോലെയുള്ള ഒരു മീം കാണുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ഓർമ്മ വന്നത്. സിനിമ ലാപ്ടോപ്പിൽ കിടക്കുന്നത് ഒന്നുകൂടെ കണ്ട് ആ ഒരു റിഫ്രഷ്മെൻറ്റോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. വാൾട്ടർ മിറ്റി. അദ്ദേഹം ഒരു മാഗസിനിലെ ജീവനക്കാരനാണ്. ലൈഫ് എന്നൊരു മാഗസിനാണ്. 1972 വരെ എങ്ങാണ്ടോ വർക്ക് ചെയ്തിരുന്ന ഒരു മാഗസിനാണ്. അപ്പോൾ അവിടുത്തെ ഈ മാഗസിനിൽ അന്നത്തെ കാലത്ത് ഫോട്ടോഗ്രാഫർമാർ ഫിലിമായിട്ടാണ് ഈ നെഗറ്റീവുകൾ അവർ പകർത്തുന്ന മൃഗങ്ങളുടെ ഫോട്ടോയും ലാൻഡ്സ്കേപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചിരുന്നത് ഈ ഒരു നെഗറ്റീവ്സുകളായിട്ടാണ്. അപ്പോൾ ഈ നെഗറ്റീവ്സുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ജോലിയാണ് വാൾട്ടർ മിറ്റിക്കുള്ളത്. വാൾട്ടർ മിറ്റിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ദിവാസ്വപ്നം കണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ നിന്നുകൊണ്ട് ഞാനൊരു സൂപ്പർമാൻ ആവുന്നതും ഒരു കുട്ടിയെ രക്ഷിക്കുന്നതും അങ്ങനെ ഫ്ലൈറ്റിൽ ഉയർന്ന് പറക്കുന്നതും ഒക്കെ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ഡേ ഡ്രീമർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ ഇൻട്രോവേർട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് അദ്ദേഹത്തിന് ഭയങ്കര ക്രഷുണ്ട്. അപ്പോൾ അത് പറയാനായിട്ട് അദ്ദേഹത്തിനുള്ളൊരു ധൈര്യമില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വാൾട്ടർ മിറ്റി. പെണ്ണിനോട് സംസാരിക്കാനായിട്ട് അദ്ദേഹം ഒരു ഡേറ്റിംഗ് ആപ്പ് വരെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്നുണ്ട്. അത് ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനായിട്ട് അദ്ദേഹം മറ്റു വഴികൾ തേടുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇതൊന്നുമല്ല, ഇതൊരു പ്രണയചിത്രമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലവ് തേടി പോകുന്ന സിനിമയോ ഒന്നുമല്ല, ഇത് വേറെ ലെവൽ സിനിമയാണ്. അപ്പോൾ കഥയിലേക്ക് വരുന്ന സമയത്ത് വാൾട്ടർ മിറ്റി വർക്ക് ചെയ്യുന്ന ഈ ലൈഫ് മാഗസിൻ നിർത്തലാക്കാൻ പോവുകയാണ്. അവർ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ആ ഒരു മാഗസിനിൽ വളരെ കാലമായിട്ട് വർഷങ്ങളോളം ഫോട്ടോസുകളൊക്കെ അയച്ചു കൊടുത്തിരുന്ന ഷോൺ പെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ, ഇദ്ദേഹം അയച്ചു കൊടുത്ത ഒരുപാട് ഫോട്ടോസുകൾ നെഗറ്റീവ്സുകൾ സൂക്ഷിച്ച് വെച്ച് അത് പ്രോസസ്സ് ചെയ്ത് ഈ മാഗസിനിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് വാൾട്ടർ മിറ്റി. അപ്പോൾ ഈ വാൾട്ടർ മിറ്റിക്കുള്ളൊരു സമ്മാനമായിട്ട് അദ്ദേഹം ഒരു പേഴ്സ് കൊടുക്കുകയാണ്. അതായത് ഇവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല, അതൊക്കെ ഒരു കൊറിയർ വഴിയാണ് ഇവർ അയച്ചു കൊടുക്കുന്നത്. ഡീലിങ്സ് മൊത്തം ഒരു കൊറിയർ വഴിയൊക്കെയാണ്. അങ്ങനെ അദ്ദേഹം അയച്ചു കൊടുത്ത ഈ ഫോട്ടോഗ്രാഫർ അയച്ചു കൊടുത്ത ഫോട്ടോസുകളിൽ 25-ാം നമ്പർ ഫോട്ടോ നെഗറ്റീവ് മിസ്സിംഗ് ആണ്. അപ്പോൾ ആ ലൈഫിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ ആണെന്നും അത് നിങ്ങൾക്കുള്ളൊരു സമ്മാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ ഒരു കുറിപ്പൊക്കെ ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്നുണ്ട്, വാൾട്ടർ മിറ്റിക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് അറിയുകയാണ്. അങ്ങനെയാണെങ്കിൽ 25-ാം നമ്പറിലുള്ള ആ ഒരു നെഗറ്റീവ് ആയിരിക്കണം ലൈഫ് മാഗസിൻ്റെ ഏറ്റവും അവസാനത്തെ പതിപ്പിലെ കവർ ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 25-ാം നമ്പർ ഫോട്ടോ ഏതാണെന്ന് ആർക്കും അറിയില്ല. ഈ വാൾട്ടർ മിറ്റി ആ ഒരു സ്ഥലം മുഴുവനായിട്ട് അരിച്ചു പെറുക്കുകയാണ്. ആ ഒരു കവർ തപ്പുന്നു, ഇനി എവിടെയെങ്കിലും വെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തപ്പുന്നു. നെഗറ്റീവ് കിട്ടിയിട്ടില്ലെങ്കിൽ തനിക്കിനി തുടരാൻ പറ്റില്ല എന്നുള്ളൊരു ഗതി വരെ വാൾട്ടർ മിറ്റിക്ക് വരികയാണ്. അപ്പോൾ ആകെ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഫോട്ടോഗ്രാഫറെ കണ്ടുപിടിച്ച്, അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല, ഒരു മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണല്ലോ, അദ്ദേഹം ഉള്ള സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം ഓരോ രാജ്യങ്ങൾ തോറും കറങ്ങി നടക്കുന്ന ഫോട്ടോസ് എടുക്കുന്ന ഒരു ഭയങ്കര ഫേമസ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വാൾട്ടർ മിറ്റി അതിനെ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ഒരു നെഗറ്റീവ് കിട്ടാനായിട്ട് താൻ ഇതുവരെ കാണാത്ത, തനിക്കൊരു സമ്മാനമായിട്ടൊരു പേഴ്സ് മാത്രം നൽകിയ ഷോൺ പെൻ എന്ന് പറഞ്ഞ ആ ഒരു ഫോട്ടോഗ്രാഫറെ തേടി ഓരോ രാജ്യങ്ങളിലൂടെ, ഹിമാലയത്തിലൂടെ, കടലിലൂടെ, 96 സിനിമയിൽ നമ്മുടെ റാം സഞ്ചരിക്കുന്ന ഒരു ഇന്ത്യ മൊത്തമായിട്ട് കറങ്ങുന്ന ഒരു സംഭവമില്ലേ, അതേപോലെ തന്നെ നമ്മുടെ വാൾട്ടർ മിറ്റി ഓരോ രാജ്യങ്ങൾ തോറും കറങ്ങുകയാണ്. അതൊരു വമ്പൻ സീനാണ്. സ്റ്റുവർട്ട് ഡ്രൈബർഗ്, സാധാരണ നമ്മൾ സിനിമ പറയുന്ന സമയത്ത് അതിലെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ആളുകളൊന്നും ഞാൻ എടുത്തു പറയാറില്ല. പക്ഷേ സ്റ്റുവർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ക്യാമറാമാൻ എടുത്തു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക്. 2013 ഇറങ്ങിയ ഒരു സിനിമയാണ്. ടെക്നിക്കലി അത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് നമ്മളിപ്പോൾ ഈ ഒരു സിനിമ കാണുമ്പോഴും, ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സിനിമ കാണുമ്പോഴും നമുക്കിതേ ഒരു ഫ്രഷ്നെസ്സോടുകൂടെ കാണാനായിട്ട് പറ്റും. അടിപൊളി സിനിമ. ഓരോ രാജ്യത്തിൽ അദ്ദേഹം സ്കേറ്റിങ്ങിന് പോകുന്നത്, ഇതിൽ നടനായിട്ട് അഭിനയിച്ച വാൾട്ടർ മിറ്റിയായിട്ട് വരുന്ന ബെൻ സ്റ്റില്ലർ എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകനും. ഒരു കഥയെ ആസ്പദമാക്കി, ഇതേ ഒരു പേരിലുള്ള ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തത്. കഥയൊന്നും നമ്മൾ വായിച്ചിട്ടില്ല, പക്ഷേ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു സിനിമ കാണാൻ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. കോമഡി അഡ്വഞ്ചർ ഡ്രാമ സിനിമയാണ്. ഒരു ട്രാവൽ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ
എനിക്കിഷ്ടം ഇതൊരു ട്രാവൽ സിനിമ എന്ന ലേബിളിൽ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ സിനിമ കാണുക, അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. വാൾട്ടർ മിറ്റിയുടെ ആ ഒരു ഇന്നസെൻസ് നമ്മൾ അറിയാനുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ഒരു ഫിലിം നെഗറ്റീവിൽ എന്തായിരുന്നു എന്ന് അറിയുന്നതാണ് സിനിമയുടെ സസ്പെൻസ്. അത് ഏറ്റവും അവസാനം വരെ അത് നിലനിർത്തി. ഞാൻ ഒട്ടും വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു അതിൻ്റെ ആ ഒരു ഫിലിം നെഗറ്റീവിലുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടു നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഹൂഡി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ഹൂഡിയാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങി നോക്കുക. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ് കാണാം. ബൈ.